ഹലോ അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നലെ രാത്രിക്കത്തൊരു ഫുഡാണ്. നല്ല ഗോതമ്പ് പുട്ടും മീൻകറിയാണ്. അപ്പോൾ ആ മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് കണ്ടിട്ട് വന്നാലോ? അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വയനാട് മീൻ മുളകിട്ടതാണ്. അപ്പോൾ നമ്മൾ ഇതാ ആവോലി മീനെല്ലാം എടുത്തിട്ടുള്ളത്. അടിപൊളി മീനാണ്. നല്ല മീൻ കഷ്ണം, നല്ല പുട്ടും. മീൻകറിയും പുട്ടും ഇഷ്ടമില്ലാത്ത പോലെ ആരും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നല്ല ഞാൻ അവിടുന്ന് കൊടുന്ന മീനാണിത്. ലാസ്റ്റാണ് കഴിഞ്ഞ് കേട്ടോ. അതാ നല്ല തലയും കഷ്ണങ്ങളും എല്ലാം ഉണ്ട്. ഉമ്മ അവിടെ അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഉമ്മ പറയും എന്നെയും കാണുമെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളെ കണ്ടോട്ടേന്ന്. അപ്പോൾ ഞങ്ങളിതാണ് മീൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു വിറ്റുണ്ടായിരുന്നു. ഞങ്ങളെ ചട്ടി പൊട്ടിത്തെറിച്ച്. അപ്പോൾ ചട്ടി മയക്കുമ്പോൾ പൊട്ടിത്തെറിച്ച കല്ല്. അപ്പോൾ ഞാൻ നല്ല ടിഷ്യൂ എടുത്ത് തുടച്ചിട്ടെല്ലാണ് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു ഭയങ്കര സൗണ്ടോടാണ് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാട്ടാൻ നോക്കുമ്പോൾ സൗണ്ടോടെ പൊട്ടിത്തെറിച്ചിട്ടാ. അങ്ങനെ ഞങ്ങൾ ചട്ടി ചേഞ്ചാക്കി. നല്ല ചട്ടിയായിരുന്നു. ഞങ്ങൾ അടിപൊളി. ഇതാ വലിയ മീനെല്ലാം വേണ്ടോ പൊട്ടിത്തെറിച്ചിട്ട് അത് ചട്ടിയിൽ കല്ലുണ്ടായതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. അതെല്ലാവരും ഒക്കെ. അപ്പോൾ ഞങ്ങൾ പാത്രം ചേഞ്ചാക്കി ചട്ടി മാറ്റി വെച്ചു. അപ്പോൾ അതൊരു ടെൻഷനായി. അപ്പോൾ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്, അരച്ചതല്ല. നന്നായിട്ട് വാടി കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയിട്ടാണ് നമ്മൾ പൊടികൾ ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് വാടണം കേട്ടോ. അപ്പോൾ ചട്ടി പൊട്ടീന് എനിക്ക് ചട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര ടെൻഷൻ. അപ്പോൾ അമ്മ പറയുകയാണ് നീ എന്നെ മയക്കിയിട്ട് പോയിട്ട് നമ്മൾ ബീഫെല്ലാം വെക്കുന്ന മീനെല്ലാം വെക്കുന്ന ചട്ടി എങ്ങനെ പൊട്ടിയത് തന്നെ. അപ്പോൾ നോക്കുമ്പോൾ ആ പുറത്തത്തെ ഒരു ഇതില്ല, അത് മാത്രമാണ് ഇതാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് നല്ല വാങ്ങിയിട്ടത് മുളകും പൊടി ഇട്ട് കൊടുത്ത്, നല്ല എരിവുള്ള മുളകും പൊടിയാണ്, ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടിയാണ് ഇട്ടുന്നത്. ഇത് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടോ. അത് എടുക്കുന്ന ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. ഇനി ഉപ്പിട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് ഈ പൊടി ഈ പുളിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേവണം. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത്, അത്ര ആവശ്യമുള്ളൂ. ശേഷം സുഖമല്ലേ? അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ എന്നാണ് തിരിച്ചു പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത മാസം തന്നെ തിരിച്ചു പോകും. ഞാനിപ്പോൾ ഇത് അർജൻറ്റ് ആയതുകൊണ്ട് വന്നതാണ്. പിന്നെ എല്ലാവർക്കും സുഖം. ഞാൻ അടുത്ത മാസം തന്നെ പോകും. എനിക്ക് 2-3 പരിപാടി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ അർജൻറ്റായിട്ട് നാട്ടിൽ വന്നിട്ടുള്ളത്. എനിക്ക് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോയിൽ ആകുന്നില്ല. ആശുപത്രി കേസ് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ കല്യാണം അതും ഇതും തിരക്കും കാര്യം നാട്ടിൽ വന്നവർക്ക് അറിയാം. നമുക്ക് ഒട്ടും സമയം കിട്ടില്ല. അപ്പോൾ ഇന്നെ ആരും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ പറയാന്നേ, അപ്പോൾ ഇതാ നമ്മളൊരു ആഗോലി കറിയാണ് വെക്കുന്നത്. അതിൻ്റെ തലയും അമ്മൂറിൻ്റെ തലയെല്ലാം ഒരുമിച്ച്. അപ്പോൾ ഇതാ നമ്മളെ മീൻകറി നല്ല തിളച്ചിന്. ഇങ്ങനെ തിളച്ച് നല്ല മുളകെല്ലാം വെന്തതിന് ശേഷം മാത്രം, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നന്നായിട്ട് മുളകെല്ലാം വെന്തതിന് ശേഷം മാത്രമാണ് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മീൻ കണ്ടല്ലോ തലയോ ഇതുമെല്ലാം ആയിട്ട്. അപ്പോൾ മോനവിടെ കരയുന്നുണ്ട്. മോളാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വെളിയെല്ലാം ഉണ്ടാവും. അവിടെ പോയാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോയിൽ എടുക്കണം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ നല്ല മുളക് ഇട്ടതാണ്.
അപ്പം ഞങ്ങളെ വയനാട് മുളക് കറിയാണ്. അപ്പം ഞങ്ങൾ വയനാട് മുളക് കറി, പോത്തുംകാല്, പിന്നെ പൊറോട്ടി, നെയ്പത്തിരി ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അധികം ഇഷ്ടം എല്ലാവരും എന്നോട് പറയുന്നത് ബീഫ് വരട്ടിയതാണ് കേട്ടോ. നിങ്ങളെ ബീഫ് വരട്ടിയത് ഭയങ്കര ടേസ്റ്റാണെന്ന്. അപ്പോൾ ഇതാ കുറച്ചും കൂടി വെള്ളം വേണോളാ വേണ്ടല്ലോ. അപ്പോൾ നമ്മളിതാ ഇനി ചെറിയ തീയിലിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ കളർഫുള്ളായ മീൻ കറിയാണ്. അപ്പോൾ ഇതെല്ലാമാണ്. അപ്പോൾ ഇടയ്ക്കന്നെ ഞാൻ വീഡിയോ ഇടും, ഞാൻ ലൈവ് വരും. ഇനി ഇൻഷാല്ലാ ഒന്നരാടെ ഞാൻ രാത്രി ലൈവ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ട്. ഇത് നമ്മൾ വെന്ത് വരുമ്പോൾ ഒന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതാ നമ്മളിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നു. അപ്പോൾ മീൻ നന്നായിട്ട് തിളച്ചിട്ട് അതാ ചെറിയ തീയിലിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ മീൻ കറി ഇവിടെ നന്നായി തിളച്ച് നല്ല വറ്റി വന്ന് പച്ചവെളിച്ചെണ്ണയും കരിവേപ്പിൻ്റെ ഇലയും പച്ചവെളിച്ചെണ്ണ എന്തായാലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ കറി ഇവിടെ റെഡിയായി. കണ്ടോ, ഒന്ന് മൂടി വെച്ച് കൊടുത്തു കേട്ടോ.